ഇവിടെ മെഡിക്കൽ കോളേജ് കൗൺസിലർ അദ്ദേഹത്തിൻ്റെ കൂടെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുകയും പിന്നെ VC വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഈ പുള്ളിയുടെ ഭാഗത്തുനിന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. സത്യസന്ധമായിട്ടുള്ള അന്വേഷണം. എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്യത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല. കാരണം അവൾക്ക് ഇതിൻ്റെ മുകളിൽ പോലും കയറാൻ ഞാനും കൂടി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആരും കൂടി ഇല്ലെങ്കിൽ കയറത്തില്ല. അത്രയ്ക്ക് പേടിയാണ് അവൾക്ക്. പിന്നെ ഇത് ഞാൻ 25/10 തൊട്ട്, 10 കഴിഞ്ഞ മാസം ആദ്യം തൊട്ട് തന്നെ പ്രിൻസിപ്പളിൻ്റെ അടുക്ക നേരിട്ട് വിളിച്ച് പറയുന്നതാണ്. അന്നേരം അത് പുള്ളി പകുതി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളി കട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇത് മൊത്തം കേൾക്കാനുള്ള ഒരു സാവകാശം പുള്ളിക്കില്ല. പിന്നെ ഈ ആദ്യം തുടങ്ങിയത് ഇവരെ ഈ ഗൈനക് പോസ്റ്റിങ്ങിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് 25 കുട്ടികളുടെ ഒരു ബാച്ചാണ്. അന്നേരം ഇവളുടെ കൂട്ടത്തിലുള്ള 24 കുട്ടികളെയും ആ ഹോസ്റ്റലിലെ വാർഡൻ സെക്കൻഡ് ഷോയ്ക്ക് കൊണ്ടുപോയി. അന്നേരം എന്നെ വിളിച്ച് അമ്മു ചോദിച്ചു, ഫോട്ടോ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു മക്കൾ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ച് ചോദിച്ചിട്ട് അവൾ ചെയ്യാറുള്ളേ. അന്നേരം ആ ഒരു ദേഷ്യം അന്ന് തൊട്ട് തുടങ്ങിയാണ്. അന്നേരം അത് പിറ്റേന്ന് രാവിലെ ഈ ക്ലാസ് കോർഡിനേറ്ററിനോട് അമ്മു പറഞ്ഞു, കോർഡിനേറ്റർ പ്രിൻസിപ്പളിനോടും പറഞ്ഞു. അന്നേരം അതിൽ ഇവരെ വിളിച്ച് പ്രിൻസിപ്പൾ ചീത്ത വിളിച്ചു. പ്രിൻസിപ്പൾ പറഞ്ഞേ. അന്നേരം അതിനെ തുടർന്നുണ്ടായ ഹറാസ്മെൻ്റാണിത്. പിന്നെ നിസ്സാര കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനെ ഇവിടെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. അത് അലീന, അക്ഷിത, അനഘ, പിന്നെ അഞ്ജന, ഇവർ 3 പേരുമാണ്. ഒരു ദിവസം ഇവളെ മൈഗ്രെയിൻ ഉണ്ട് എൻ്റെ കുട്ടിക്ക്. അത് മരുന്ന് കഴിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് റൂമിൽ ചെന്ന് കട്ടിലൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർത്തുകയും എണ്ണിയടിയെന്നും പറഞ്ഞ് ചാടിക്കുകയൊക്കെ ചെയ്തു. അന്നും ഞാൻ പ്രിൻസിപ്പളിനെ വിളിച്ച് പറഞ്ഞു. കൊടുത്തിട്ടുണ്ട്. അത് ഇന്നിപ്പം കൊണ്ട് കൊടുക്കാൻ പോവാം. നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടു കൊടുക്കാൻ. വൈകിട്ടാണ് DR ഇത് അറേഞ്ച് ചെയ്യുന്നത്. നമ്മുടെ അവിടുത്തെ കൗൺസിലറില്ലേ DR അനിൽകുമാർ, അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. വാക്കുള്ള കാര്യം കാര്യം ഇനിയൊരു കുട്ടി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരരുത്. കാരണം നമുക്ക് ഇത് അപായപ്പെടുത്തിയത് തന്നെയാണെന്നേ, അല്ലാതെ അവൾ സ്വന്തമായിട്ട് ചാടുകയല്ല. അതിൻ്റെ പുറയിൽ ഈ 3 കുട്ടികൾ ആ വാഷ്റൂമിൻ്റെ സൈഡിൽ വെച്ച് ഇവളെ ഉപദ്രവിച്ചു. അതിലൊക്കെ അവൾ വളരെ പേടിയായിരുന്നു അവൾക്ക്.